into action to serve them when they appeared. They were welcomed and treated royally. ഇവര് അബ്രഹാമിന്റെ വീട്ടിൽ ഈ 3 ആളുകൾ വന്നപ്പോൾ അബ്രഹാം അവരെ വളരെ നല്ലതായി സ്വീകരിക്കുകയും രാജകീയമായി സൽക്കരിക്കുകയും ചെയ്തു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. How did Abraham welcome and serve these guests? എങ്ങനെയാണ് അബ്രഹാം ഈ 3 ആളുകളെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തത്? How did he do hospitality? എങ്ങനെയാണ് അവരോട് ആതിഥ്യ മര്യാദ അബ്രഹാം കാണിച്ചത്? Great lessons are here. വളരെ വിലപ്പെട്ട പാഠങ്ങൾ അബ്രഹാമിന്റെ ഹോസ്പിറ്റാലിറ്റിയുമായി ആതിഥ്യ മര്യാദയുമായി ബന്ധപ്പെട്ട് ഇവിടെ കാണാൻ സാധിക്കും. The Greek word for hospitality is philoxenia. Philoxenia, Philoxenia. Philoxenia means love for strangers. അപരിചിതരോടുള്ള സ്നേഹം എന്നാണ് ഫിലോക്സേനിയ എന്ന വാക്കിന്റെ അർത്ഥം. It is love in action by making others feel welcomed and valued. മറ്റുള്ളവരെ വിലയുള്ളവരായും മൂല്യമുള്ളവരായും കാണുകയും അതനുസരിച്ച് അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവത്തിന് പറയുന്ന പേരാണ് ഫിലോക്സേനിയ അഥവാ ലവ് ഫോർ സ്ട്രേഞ്ചേഴ്സ്. ഈ വാക്കിൽ നിന്നാണ് ഫിലെക്സിനോസ് എന്ന വാക്ക് വരുന്നത്. The Greek word philexinos means friend or lover of foreigner or stranger. നമ്മുടെ അഭിവന്യ ഫിലെക്സിനോസ് തിരുമേനി, നമ്മുടെ മുൻ വികാരി ആയിരുന്ന ഇപ്പോഴത്തെ ഫിലെക്സിനോസ് തിരുമേനിയുടെ പേരിന്റെ അർത്ഥം എന്താണ്? ഫ്രണ്ട് ഓഫ് ഫോറിനർ ഓർ ഫ്രണ്ട് ഓഫ് സ്ട്രേഞ്ചർ. അപരിചിതരുടെ സ്നേഹിതൻ എന്നാണ് ഫിലെക്സിനോസ് എന്ന വാക്കിന്റെ അർത്ഥം. When he noticed who Abraham, when Abraham noticed 3 men standing in front of him, verse 2, 18-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. When he saw them, he ran from the tent door to meet them. തന്റെ വീടിന്റെ വാതിൽക്കൽ 3 പേര് നിൽക്കുന്നത് കണ്ടപ്പോൾ അബ്രഹാം ഓടി അവരുടെ അടുക്കൽ ചെന്നു. Now to us running is no big deal. ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒന്ന് ഓടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമുള്ളതൊന്നും അല്ല. It's not a big deal. But in those days, അബ്രഹാമിന്റെ കാലത്ത്, you don't usually run if you are a respected man. അബ്രഹാമിന്റെ കാലത്ത് നിലനിന്നിരുന്ന സംസ്കാരം അനുസരിച്ച് മാന്യതയുള്ള ഒരാൾ മറ്റൊരാളുടെ അടുക്കിലേക്ക് ഓടുകയില്ല. Who would run? പിന്നെ ആരാണ് ഓടുന്നത്? Children would run. കുഞ്ഞുങ്ങൾ ഓടും. Servants would run. ജോലിക്കാർ, സേവ ചെയ്യുന്നവർ ഓടും. But not patriarchs, not men of renown, not men who are of great importance. ഇവിടെ നമ്മൾ വായിക്കുന്നത് അബ്രഹാം ആരാണ്? അവൻ ഗോത്രപിതാവാണ്. ഈ ഏബ്രഹാം ഈസ് എ പാട്രിയാർക്ക്. അത്രമാത്രം മാന്യതയുള്ള ഒരാൾ വേറൊരാളെ കാണുമ്പോൾ അവരുടെ അടുക്കിലേക്ക് ഓടുകയില്ല. ഓടുന്നത് ആരാണ്? കുഞ്ഞുങ്ങളോ ജോലിക്കാരോ വേലക്കാരോ ഒക്കെ ഓടുകയുള്ളൂ. പ്രാധാന്യമുള്ളവരാരും ഓടുന്ന സ്വഭാവം കാണിക്കുകയില്ല. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, he ran to the men and then
bowed himself to the earth. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. ഭൂമിയോളം കുനിഞ്ഞ് അവരെ അഭിവാദ്യം ചെയ്യുന്നതായി നമ്മൾ അവിടെ വായിക്കുക. So this was an act of humility. This was an act of deep humility. ആഴമായ വിനയത്തിന്റെ ഒരു പ്രകടനമാണ് അബ്രഹാം ഇവിടെ കാണിക്കുന്നത്. He also addressed them Lord. അവരെ എന്താ വിളിക്കുന്നത്? ലോർഡ് എന്നാണ് അവിടെ വിളിക്കുന്നത്. അതിന്റെ അർത്ഥം അവിടെ എഴുതിയിട്ടുണ്ട്, യജമാനൻ എന്നാണ് അതിന്റെ അർത്ഥം. തന്റെ വീട് സന്ദർശിക്കാൻ വന്ന ആളുകളെ ഓടിച്ചെന്ന് സ്വീകരിക്കുകയും അവരെ യജമാനൻ എന്ന് സംബോധന ചെയ്യുകയും ചെയ്യുന്ന അബ്രഹാമിന്റെ വിനയം നമ്മളുടെ ആതിഥ്യ മര്യാദകളിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ലോർഡ് മീൻസ് മാസ്റ്റർ, or it is a reverential term you give to someone you want to respect. നമ്മൾ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ലോർഡ് അഥവാ യജമാനൻ എന്ന് അർത്ഥം വരുന്ന വാക്ക്. അപ്പോൾ അവിടെ ചെന്ന് അബ്രഹാം അവരോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? 3-ാമത്തെ വാക്യം വേഴ്സ് 3 പറഞ്ഞു, യജമാനനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. ഓ ലോർഡ്, if you found favor in your sight, do not pass me by your servant. Do not pass by your servant. നിന്റെ ഈ ജോലിക്കാരനെ, ഈ വേലക്കാരനെ, ഈ സർവന്റിനെ കടന്ന് പോകരുത് എന്ന് പറയുകയാണ്. അബ്രഹാം കോൾസ് ഹിംസെൽഫ് സർവന്റ്. തന്നെ തന്നെ ഒരു ദാസൻ എന്ന് വിളിക്കുകയാണ്. മനസ്സിലാക്കണം, Abraham is no ordinary man. He is a rich, powerful man. അബ്രഹാം ഒരു സാധാരണക്കാരനല്ല. അവൻ വളരെ ശക്തിയുള്ളവനും സമ്പത്തുള്ളവനുമായ ഒരു മനുഷ്യനാണ്. He has many servants under his care. അവന്റെ കീഴിൽ ധാരാളം ശുശ്രൂഷകർ, ജോലിക്കാർ ഉള്ള ഒരു യജമാനനാണ് അബ്രഹാം. Remember, he even brought them for war and won a war. 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്, അബ്രഹാം തന്റെ ദാസന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് 4 പ്രധാനപ്പെട്ട രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ച ശക്തിമാനായ ആളാണ് അബ്രഹാം. Abraham is no servant. അവനൊരു ദാസനല്ല. But he saw himself and positioned himself as a servant in order to warmly welcome these guests of his. അവന്റെ ഭവനത്തിൽ വന്ന ഈ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി അവനൊരു ദാസനായി തീരുന്നു. He not only did that, he proceeded to meet their needs. ദാസനായി തീരുക മാത്രമല്ല, ഈ വന്ന ആളുകളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വളരെ ഉത്സാഹത്തോടെ അബ്രഹാം നിൽക്കുകയാണ്. 4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, he proceeded to get water for them to wash their feet. കാൽ കഴുകാൻ വെള്ളം കൊടുക്കുന്നത് ഒരു ഭവനത്തിലെ ദാസന്റെ ജോലിയാണ്, യജമാനന്റെ ജോലി അല്ല. എന്നാൽ ഇവിടെ അബ്രഹാം അത് ചെയ്യുകയാണ്. And proceeded to prepare a meal for them. അവർക്കൊരു വലിയ സദ്യ ഒരുക്കാനായിട്ട് അബ്രഹാം ഒരുങ്ങി പുറപ്പെടുകയാണ്. He wanted to give them a morsel of bread. അവൻ അവർക്ക് ഒരു വലിയ വിരുന്നിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. But it was not a morsel, not just a piece of little portion of bread, because we are told that he got loads of flour,
3 seahs. ഇവിടെ പറയുന്നത് 3 ഇടങ്ങഴി മാവ് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. സിയാസ് എന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സിയാസ് in Hebrew means a unit of dry measure. Dry measure of fine flour. അതാ ഇവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, scholars will tell us that about 20 pounds of flour, 20 പൗണ്ട് മാവാണ് ഈ പറയുന്ന 3 ഇടങ്ങഴി എന്ന് പറയുന്നത്. And that's about 8 kilos or so. ഇന്നത്തെ നമ്മുടെ അളവനുസരിച്ച് ഒരു 8 കിലോ മാവ് ആണ് ഈ 3 ഇടങ്ങഴി എന്ന അന്നത്തെ അളവ് കൊണ്ട് ഉദ്ദേശിക്കും. മാത്രമല്ല, he also slaughtered a calf. അവനൊരു കാളക്കുട്ടിയെയും കൂടി അറക്കുന്നതായി നമ്മൾ കാണും. ഇന്ന് നമ്മളുടെയൊക്കെ വീടുകളിൽ ആരെങ്കിലും വരികയാണെങ്കിൽ will bring some frozen meat and will cook for them. ഓടിച്ചെന്നാൽ നമുക്ക് ഫ്രോസൺ ഐറ്റംസ് ഒക്കെ കിട്ടും. But in those days, no refrigerator. If you want meat, you kill the cow. You killed a calf. മാംസം വേണമെങ്കിൽ അന്നേരം കൊന്നെങ്കിൽ മാത്രമേ, ഈ മൃഗങ്ങളെ കൊന്നെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇതേ നമ്മൾ കുറച്ചു നാൾ മുമ്പ് നമ്മുടെ നാട്ടിലെ ഒക്കെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം. വിരുന്നുകാർ വരുമ്പോൾ ഞങ്ങൾ പിള്ളേരുടെ ജോലിയാണ് കോഴിയുടെ പുറകെ ഓടി. അതിന് നമ്മളെക്കാൾ ശക്തിയാണ്, അത് ഓട്ടടാ ഓട്ടം. അവസാനം എറിഞ്ഞോ കമ്പോ കല്ലോ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇതിനെ പിടിച്ച് കൊണ്ടുവരുന്ന പണി നമ്മുടെയാണ്. വീട്ടിൽ തന്നെയാണ് കോഴിയെ റെഡിയാക്കുന്നത്. ഇന്നത്തെ പോലെ പോൾട്രി ഫാമോ പോൾട്രി ഷോപ്പോ ഒന്നും ഇല്ല. അങ്ങോട്ട് ചെന്ന് 5 കിലോ ചിക്കൻ എന്ന് പറഞ്ഞാൽ തരാനായിട്ട്. അബ്രഹാമിന്റെ കാലത്തും അതുപോലെയാണ്. ഫ്രിഡ്ജൊന്നുമുള്ള കാലമല്ല. അപ്പോൾ മാംസം വേണമെങ്കിൽ കാളയെ അറുത്തെങ്കിൽ മാത്രമേ സാധിക്കൂ. അവിടെ കാണുന്നത് പിന്നെയും പറയുകയാണ് 8ാം വാക്യം, he took curds and milk. പാലും തൈരും എല്ലാം അവൻ ഇതിനു വേണ്ടി കളക്ട് ചെയ്യുന്നതായി, സംഭരിക്കുന്നതായി നമ്മൾ കാണുകയാണ്. And then he would stand by them under the tree. വലിയ വിരുന്നൊരുക്കിയിട്ട് 8ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എന്താണ്? അവൻ അവർക്ക് സദ്യ ഒരുക്കിയിട്ട് അവരുടെ അടുക്കൽ പോയി നിൽക്കുകയാണ്. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ വെച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ച് നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. He would stand by them under the tree, a posture of a servant or a waiter. ഹോട്ടലിൽ ചെന്നാൽ ഇനിയും എന്ത് വേണം എന്ന് ചോദിക്കാൻ ഭക്തിയോടെ നിൽക്കുന്ന, ബഹുമാനത്തോടെ നിൽക്കുന്ന വെയിറ്ററെ പോലെ ഈ അബ്രഹാം ഈ 3 ആളുകളുടെ അടുക്കൽ കുനിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. That is what hospitality is about. ഇതാണ് ശരിയായ ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത്. There are many ways to show hospitality. However it works for you, do your best to show God's love to strangers. As the author of Hebrews says, do not neglect to show hospitality to strangers. Hebrews 13:2. എബ്രായ ലേഖനം 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുകയാണ്, പരദേശികളോടുള്ള ആതിഥ്യ മര്യാദ ഒരിക്കലും മറക്കരുത് എന്നാണ് പറയുന്നത്. അബ്രഹാമിന്റെ ഹോസ്പിറ്റാലിറ്റി, അവന്റെ ദാസ്യ ഭാവം, താൻ ഉന്നതനായ ഒരാളായിരിക്കെ, ധാരാളം സമ്പത്തുള്ളവനായിരിക്കെ, തന്റെ വീട്ടിൽ വന്നവരുടെ കാൽ കഴുകാൻ വെള്ളവും അവരുടെ മേശമേൽ ഭക്ഷണം വിളമ്പുന്ന ഒരു വെയിറ്ററെ പോലെ അവൻ അവിടെ നിൽക്കുന്നത്, കുനിഞ്ഞു നിൽക്കുന്നത് ഒരു മാതൃകയാണ്. ഇതിന് സമാനമാണ്
പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ യേശു കർത്താവിന്റെ മാതൃക നമുക്ക് കാണാൻ സാധിക്കുന്നത്. അരയിൽ തൂവാല ചുറ്റി ശിഷ്യന്മാരുടെ കാൽ കഴുകാൻ വേണ്ടി കുനിഞ്ഞു നിൽക്കുന്ന ക്രിസ്തു ഈ അബ്രഹാമിന്റെ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. They came. എന്തിനാണ് ഇവർ വന്നത്? They came not just to eat a delicious meal, but to deliver a wonderful and amazing message to Abraham. അവരൊരു 5 course മീൽ കഴിക്കാൻ വന്നതല്ല. ഇനി അവർ വന്നത് അബ്രഹാമിന് ഒരു വലിയ ദൂത് കൊടുക്കാനാണ് അവർ വന്നത്. എന്താണ്? The promise made 24 years ago was going to come true by the end of next year. 25 വർഷങ്ങൾക്ക് മുൻപ് അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോൾ ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം വരുന്ന വർഷം അവസാനിക്കുന്നതിന് മുൻപേ സാധിക്കുമെന്ന് അബ്രഹാമിനോട് സംസാരിക്കാനാണ് അവർ വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. The reaction sets a good example for us. അബ്രഹാമിന് ഈ ഗസ്റ്റുകളോടുള്ള പ്രതികരണം നമ്മളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. എന്താണ്? Because you and I never know when the Lord will show up at our place. You and I never know when the God will show up at our place, at our home. നമ്മുടെ ഭവനത്തിൽ എപ്പോഴാണ് ദൈവം വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ അപരിചിതരെയും ദൈവദൂതന്മാരെ പോലെ സ്വീകരിക്കുവാൻ നാം ശ്രദ്ധിക്കും. There is a famous story, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ലിയോ ടോൾസ്റ്റോയുടെ ഒരു ഫേമസ് സ്റ്റോറി ഉണ്ടല്ലോ, മാർട്ടിൻ ദ കോബ്ലർ. ചെരുപ്പ് കുത്തിയായ മാർട്ടിൻ, അവൻ തന്റെ ഒരു ചെറിയ സ്ഥലത്തിരുന്ന് ചെരുപ്പ് തുന്നുന്ന ജോലിയാണ്, കോബ്ലർ. അപ്പോൾ സമയം ചെരുപ്പ് തുന്നുന്നതിനിടയിൽ റോഡിലൂടെ പോകുന്ന ആളുകളെ അവനിങ്ങനെ നോക്കും. മിക്ക ആളുകളുടെയും ചെരുപ്പ് മാർട്ടിന് പരിചയമാണ്. കാര്യം മാർട്ടിൻ ഒന്നുകിൽ മാർട്ടിൻ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ അവൻ തുന്നിയിട്ടുള്ള ചെരുപ്പാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അവനൊരു നല്ല സ്വഭാവമുണ്ട്. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് സുവിശേഷ ഭാഗങ്ങൾ വായിക്കും. അങ്ങനെ വായിച്ചിട്ടേ കിടക്കത്തുള്ളൂ. ഒരു ദിവസം രാത്രി സുവിശേഷം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനോട് ദൈവം സംസാരിച്ചു, നാളെ ഞാൻ നിന്റെ അടുക്കൽ വരും. അപ്പോൾ മാർട്ടിൻ പതിവിലും നേരത്തെ എഴുന്നേറ്റു. തന്റെ ദിനചര്യകളൊക്കെ കഴിഞ്ഞ് ജോലിയിൽ ഏർപ്പെട്ടു. ചെരുപ്പുകൾ തുന്നുന്നുണ്ടെങ്കിലും മാർട്ടിന്റെ നോട്ടം മുഴുവൻ റോഡിലൂടെ പോരുന്ന ആളുകളിലാണ്. ക്രിസ്തു വരുന്നുണ്ടോ, ക്രിസ്തു വരുന്നുണ്ടോ? അങ്ങനെ നോക്കിയപ്പോൾ അവന് പരിചയമുള്ള ഒരാള് അടുത്തു വരുന്നതായിട്ട് അവന് മനസ്സിലാക്കി. ചെരുപ്പ് കണ്ടപ്പോൾ അവന് മനസ്സിലായി ഇത് ആരാണ്. അപ്പോ ആ ആളിന്റെ ചെരുപ്പ് വല്ലാതെ അങ്ങ്, കഴിഞ്ഞ പ്രാവശ്യം തുന്നിയെങ്കിലും അതിന്റെ തയ്യലൊക്കെ വിട്ട് മോശ സ്ഥിതിയിലാണ്. ആ ആള് വന്നു, അകത്ത് കയറി മാർട്ടിന്റെ അടുക്കൽ ഇരുന്നു ചെരുപ്പ് നന്നാക്കാനായി. അപ്പോൾ മാർട്ടിന് തോന്നി ഈ ആളൊന്നും കഴിച്ചിട്ടില്ല. മാർട്ടിൻ ചോദിച്ചു, ഒന്നും കഴിച്ചില്ലേ? നല്ല ക്ഷീണമുണ്ടല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നൊന്നും കഴിച്ചില്ല. ഇന്ന് മാത്രമല്ല, ഇന്നലെയും ഒന്നും കഴിച്ചിട്ടില്ല. മാർട്ടിൻ തന്റെ ഉച്ചഭക്ഷണത്തിന്റെ പങ്ക് ഈ മനുഷ്യന് കൊടുത്തു. അദ്ദേഹം വിശപ്പടക്കി ചെരുപ്പ് നന്നാക്കി മടങ്ങിപ്പോയി. പിന്നെയും മാർട്ടിൻ നോക്കിയാണ്, ക്രിസ്തു വരുന്നുണ്ടോ, ക്രിസ്തു വരുന്നുണ്ടോ? വരുമെന്ന് പറഞ്ഞല്ലോ, കണ്ടില്ലല്ലോ. അവസാനം രാത്രിയായി. മാർട്ടിൻ കടയടച്ചു. വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സുവിശേഷം എടുത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാഗം വായിക്കാനായിട്ട് കിട്ടി. ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തിടത്തോളം എല്ലാം എനിക്കാണ് ചെയ്തത്. അപ്പോൾ മാർട്ടിന്റെ ഹൃദയത്തിൽ ആരോ പറയുന്നു, ഇന്ന് പകൽക്കാലം കടയിൽ വന്ന് താൻ ഭക്ഷണം കൊടുത്തയച്ച ആ സാധു മനുഷ്യൻ ക്രിസ്തുവായിരുന്നു. അബദ്ധം പറ്റിപ്പോകാൻ ഇടയായിരുന്നു. നമ്മൾ ആരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്? നമ്മൾ ആർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്? നമ്മൾ ആരെയാണ് സൽക്കരിക്കുന്നത്? ഇപ്പോൾ നമുക്ക്
അതിനൊക്കെ ഫിസിക്കലി പ്രയാസം ഉണ്ടെങ്കിലും ഈ ഒരു ആശയം അവതരിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ ചിന്തയിലൂടെ. നമുക്ക് because we have to be very cautious when we receive guests. We never know when the Lord will appear, will show up at our place. അബ്രഹാമിന് തെറ്റുപറ്റിയില്ല. അവൻ അവരെ ദൈവദൂതന്മാരെ പോലെ ശുശ്രൂഷിച്ചു. ഇവിടെ 2-3 കാര്യങ്ങൾ അബ്രഹാം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഒന്ന്, the quickness of his action. വളരെ വേഗമാണ് അവൻ അവിടെ ശുശ്രൂഷിക്കുന്നത്. Abraham springs into action, speedily trying to supply every need of his heavenly visitors. ഓർക്കണം, he may be 100 now. 100 വയസ്സുള്ള ഒരു മനുഷ്യനാണെന്ന് ഓർക്കണം. But there is no hesitation as he flies from one task to the next. ഒരു ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് അബ്രഹാം ഓടുകയാണ്. Until all is completed. Here is a man who recognized his duty and set about to do it as quickly as possible. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ക്വിക്നെസ് ഇൻ സർവീസ്. പല കാര്യങ്ങൾ നമ്മൾ നീട്ടിവെച്ച് ഉഴപ്പി അതിന്റെ എല്ലാം നന്മയും ചോർന്നുപോയി കഴിയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഇടപെടുന്നത്. ഇവിടെ നാം മനസ്സിലാക്കുന്നു, here is a man who recognized his duty and set about to do it as quickly as possible. ഇവിടെ നമ്മുടെ ജീവിതം വളരെ ഷോർട്ടാണ്. അതിന് എത്ര നീളമുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ അബ്രഹാമിനെ പോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് ക്വിക്കായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ വളരെ ശ്രദ്ധയോടെ ചെയ്യാൻ സാധിക്കണം. രണ്ടാമതായിട്ട്, the quality of his service. അബ്രഹാമിന്റെ ശുശ്രൂഷയുടെ ക്വാളിറ്റി, മഹത്വം, ഗുണനിലവാരം. Not only was Abraham swift in his service to the Lord, but he was also sacrificial in his service to the Lord. He went to his flock and personally selected, killed and prepared a calf for their meal. അവൻ തന്നെ കൂട്ടത്തിൽ ചെന്ന് അതിൽ നല്ല ഒരു കാളക്കുട്ടിയെ കണ്ടുപിടിച്ച് അതിനെ പാകം ചെയ്ത് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയാണ്, വിളമ്പുകയാണ്. You haven't really become a servant until your service costs you personally. It's very important. You haven't really become a servant until your service costs you personally. Being willing to sacrifice for your master is a sign that you are possessed of a servant's heart. നമുക്ക് നോകാത്ത യാഗങ്ങളൊന്നും ദൈവം അംഗീകരിക്കുകയില്ല. അതാ ഇവിടെ പറയുന്നത്. നമ്മൾ ശരിക്കും ഒരു ദാസനാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവിൽ ശുശ്രൂഷ ചെയ്യും. നമ്മൾക്ക് നോക്കണം. നമ്മുടെ സർപ്ലസിൽ നിന്നല്ല, നമ്മുടെ ഉപജീവനത്തിൽ നിന്ന് കൊടുക്കുമ്പോഴാണ്, ശുശ്രൂഷിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും സർവൻസ് ആയി മാറുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ദൈവാലയത്തിൽ ഇരുന്നപ്പോൾ ഒരുപാട് പേര് ഓഫറിങ്സ് ഇടുന്നത് കണ്ടു. But he commended on the offering of only one person, a widow. എന്നിട്ട് അവൻ പറഞ്ഞു, അവർ അവരുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുത്തപ്പോൾ അവൾ തന്റെ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തു. അതുകൊണ്ട് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് ഒരു നഷ്ടം വരുത്തുന്നുണ്ടോ? Does it cost anything to me?
മൂന്നാമതായിട്ട് പറയുന്നത് the quietness of his service. വളരെ ശാന്തമായി അബ്രഹാം ശുശ്രൂഷിക്കുകയാണ്. While his visitors were eating their meal, Abraham stood quietly by to serve them in any way they might need. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ തയ്യാറായി അബ്രഹാം അവരുടെ അടുക്കൽ നിൽക്കുകയാണ്. He simply stood beside them, adopting the pose of a servant, listening for the voice of his master. ഈ ഹോട്ടൽസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ അടുക്കൽ വന്ന് ഇവരിങ്ങനെ കാതോർത്ത് നിൽക്കും. എന്തെങ്കിലും ഇനി നമ്മൾ പറയുന്നുണ്ടോ? കാരണം നമ്മൾ ചെറുകെ പറഞ്ഞാൽ പോലും അവൻ കേട്ടില്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും. അത് ഒഴിവാക്കാനാണ് അവിടെ അവർ വന്ന് ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് നിൽക്കും. What a powerful testimony it was to them. It was to Abraham's guests. അബ്രഹാമിനെ സന്ദർശിച്ചവർക്ക് എന്തൊരു വലിയ സാക്ഷ്യമാണ് അബ്രഹാം ഈ പ്രവൃത്തിയിലൂടെ നൽകുന്നത്. By the way, my dear friends in Christ, remember, others are watching us. മറ്റുള്ളവർ നമ്മളെ നോക്കുന്നുണ്ട്. Make sure your service and testimony are all they should be. നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ സാക്ഷ്യവും അതെന്തായിരിക്കണമോ അത് തന്നെ ആയിരിക്കും. അബ്രഹാമിന്റെ ശുശ്രൂഷയും അബ്രഹാമിന്റെ സാക്ഷ്യവും ഹിസ് സർവീസ് ആൻഡ് ടെസ്റ്റിമണി രണ്ടും അതിന് യോജിച്ചത് ആയിരുന്നു. നമ്മുടേത് അങ്ങനെയാണോ എന്ന് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. Abraham's servant ministry. Second part. ഇവിടെ നമ്മൾ കാണുന്നത് the message for a saint. ഒരു saint, വിശുദ്ധൻ. God always rewards the faithful service that is rendered to him. ദൈവത്തിന് വേണ്ടി ഞാനും നിങ്ങളും ചെയ്യുന്ന സത്യസന്ധമായ ഏത് ശുശ്രൂഷകളെയും ദൈവം പ്രതിഫലം തരും. God always rewards the faithful service that is rendered to him. നമ്മൾ അവന് ചെയ്യുന്ന ശുശ്രൂഷകൾ എത്ര ചെറുതാണെന്നുള്ളതോ എത്ര വലുതാണെന്നുള്ളതോ അല്ല പ്രധാനം. പിന്നെ എന്താണ് പ്രധാനം? നമ്മൾ അതിൽ എത്രമാത്രം വിശ്വസ്തയോടെ ചെയ്യുന്നു എന്നുള്ളതാണ്. In Abraham's case, he does this by reassuring Abraham regarding the birth of Isaac. ഈ ശുശ്രൂഷയിൽ സംപ്രീതരായ ആളുകൾ, വേദപണ്ഡിതന്മാർ പല ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരാള് ദൈവമായിരുന്നു, രണ്ടുപേര് ദൂതന്മാരായിരുന്നു. പുതിയ നിയമ പണ്ഡിതന്മാർ പറയുന്നത് അതിൽ ഒന്ന് യേശു കർത്താവായിരുന്നു, രണ്ട് ദൂതന്മാരായിരുന്നു, മൂന്നും ദൂതന്മാരായിരുന്നു. ഇങ്ങനെയൊക്കെ വേരിയസ് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഹൂ വെർ ദ ഗസ്? അതിന്റെ നിറ്റിഗ്രിറ്റിയിലോട്ട് നമുക്ക് ഇപ്പോൾ പോകണ്ട. എന്ത് തന്നെയാണെങ്കിലും അവരെ ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ അബ്രഹാമിന് ഒരു റീഅഷുറൻസ് കൊടുക്കുകയാണ്. എന്താണ്? റിഗാർഡിംഗ് ദ ബർത്ത് ഓഫ് ഐസക്. 18ഉം 19ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അതാണ്. അവിടെ പറയുന്നു എന്ത്? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ എന്നൊക്കെ അവിടെ പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. Verse 18 and 19 tells us of the great affection, knowledge and care God possessed for Abraham. ദൈവത്തിന് അബ്രഹാമിനോട് ഉണ്ടായിരുന്ന വലിയ കരുതലും വലിയ താല്പര്യവും
വെളിപ്പെടുത്തുന്നതാണ് ഇവിടെ ദൈവത്തിന്റെ ദൂതന്മാർ പറയുന്ന വാക്ക്. He knew that Abraham would stand the test and be all that God wanted him to be. He is clearly pictured as God's saint in these verses. ഒരു ദൈവത്തിന്റെ ഒരു വിശുദ്ധനായി അബ്രഹാമിനെ ഈ സന്ദർശകർ ഇവിടെ വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ മെസ്സേജസ് ആണ് ദൈവം അബ്രഹാമിന് ഈ ദൂതന്മാരിലൂടെ കൊടുത്തത്? വേഴ്സസ് 9-5, 9 മുതൽ 15 വരെയുള്ള വാക്യം. മെസ്സേജ് അബൌട്ട് എ ചൈൽഡ്, ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള സന്ദേശം. God had given this promise repeatedly to Abraham. നമ്മൾ കഴിഞ്ഞ പഠനങ്ങളിലൊക്കെ കണ്ടു, ദൈവം ആവർത്തിച്ച് ഈ വാഗ്ദാനം അബ്രഹാമിന് കൊടുക്കുന്നുണ്ട്. അവസാനം ദൈവം ഇതിനു മുമ്പ് അബ്രഹാമിന് കൊടുത്ത ഈ വാഗ്ദാനം ജനസിസ് 17:17 അവിടെ കൊടുത്തപ്പോൾ Abraham had laughed for joy when he heard again the glorious promise of hope from the Lord. ദൈവം വീണ്ടും ഇത് പറഞ്ഞപ്പോൾ 17-ാം അധ്യായത്തിൽ അബ്രഹാം വല്ലാതെ ചിരിക്കുന്നുണ്ട്. അബ്രഹാം സന്തോഷം കൊണ്ട് ചിരിക്കുന്നതാണെന്നാണ് പണ്ഡിതന്മാർ അവിടെ പറയുന്നത്. This time the promise is repeated for the benefit of Sarah. ഈ പ്രാവശ്യം സാറായിക്ക് വേണ്ടിയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. All she had heard was second-hand promises from Abraham. This time she hears the promise directly from the mouth of God. ഇതിനു മുമ്പ് ദൈവം മകനെ കുറിച്ച് വാഗ്ദാനം കൊടുക്കുമ്പോൾ സാറ കൂടെ ഇല്ല, അബ്രഹാമിനോട് മാത്രമാണ് പറയുന്നത്. എന്നാൽ ഇത്തവണ ദൈവം ഈ വാഗ്ദാനം ഓർമ്മിപ്പിക്കുമ്പോൾ ആരുണ്ട് കൂടെ? സാറയുണ്ട് കൂടെ. നമ്മളവിടെ വായിക്കുന്നു, her reaction is vastly different from that of her husband. He laughed for joy, he laughs from doubt. സന്തോഷം കൊണ്ട് ചിരിച്ചതാകാം, സംശയം കൊണ്ടും ചിരിച്ചതാകാം. തന്റെ സംശയത്തിന് കാരണമൊക്കെ സാറ അവിടെ പറയുന്നു. She is confronted and rebuked. അപ്പോൾ ദൈവം ചോദിക്കുന്നു, എന്തിനാണ് സാറ ചിരിച്ചത്? അപ്പോൾ അവൾ കള്ളം പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. പിന്നെ ദൈവത്തെ അവിശ്വസിക്കുന്നതിന്റെ പേരിൽ ശാസിക്കുന്നതായിട്ടൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും ദൈവദൂതന്മാർ ഭവനത്തിൽ വന്ന് അബ്രഹാമിന് ഒരു മകനെ കുറിച്ചുള്ള വാഗ്ദത്തം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. So whatever promise you are waiting for God to fulfill in your life, don't beat yourself up for having some doubts. സാറ അവിടെ സംശയം കൊണ്ട് ചിരിക്കുകയാണ്. സാറ ചോദിക്കുകയാണ്, ദൈവത്തിന് എങ്ങനെ ഇതൊക്കെ സാധിക്കും? അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, so whatever promise we are waiting for God to fulfill in our life, don't beat ourselves up for having some doubts. ദൈവം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്തെങ്കിലും നിറവേറാൻ ബാക്കിയുണ്ടെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നെങ്കിൽ, നമ്മൾ ഒരിക്കലും സാറയെ പോലെ സംശയിക്കരുത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. Keep on talking to God. Keep on listening to His encouragement to you. ദൈവത്തെ എപ്പോഴും ശ്രദ്ധിക്കുക. ദൈവം നമ്മെ എൻകറേജ് ചെയ്യുന്നത് നാം ശാന്തമായിരുന്നാൽ നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. Ask Him to strengthen your faith and He will. വാഗ്ദത്തങ്ങൾ വൈകുമ്പോൾ ദൈവത്തെ അവിശ്വസിക്കാനായി തോന്നുന്നെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ ശക്തീകരിക്കണം. എന്തിന്? വാഗ്ദത്തങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് എന്നാണ് പറയുന്നത്. Remember,
Nothing is too hard for God. സാറയാണെങ്കിലും നമ്മളാണെങ്കിലും വിശ്വസിക്കേണ്ടത് എന്താണ്? Nothing is too hard for God. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. രണ്ടാമതായിട്ട് ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന ഒരു സന്ദേശം, ഒരു മെസ്സേജ്, about a city, ഒരു പട്ടണത്തെ കുറിച്ചാണ്. ഒന്ന്, ഒരു സന്തതിയെ കുറിച്ച് കൊടുത്തു. രണ്ട്, ഒരു പട്ടണത്തെ കുറിച്ച് കൊടുക്കുകയാണ്. Verses 16 to 21, 16 തൊട്ട് 21 വരെയുള്ള വാക്യം. This is a precious point in Abraham's relationship with the Lord. ദൈവവുമായുള്ള ബന്ധത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ബിക്കോസ് അവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമിന്റെ ബന്ധം, ദൈവവുമായുള്ള ബന്ധം. Because of who he is, how he has conducted himself, and the future he is to enjoy, God is to determine to share his heart with Abraham. ഇത് വളരെ പ്രധാനമാണ്. ദൈവം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ആരാണ്? ദൈവത്തിൽ അബ്രഹാം എങ്ങനെയാണ് തന്റെ ഭാവി എൻജോയ് ചെയ്യാനായി, സന്തോഷിക്കാനായിട്ട് പോകുന്നത്? ഇത് അബ്രഹാമിനോട് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. Imagine being a position of closeness to the Lord that motivated Abraham, that motivated God to share his heart with you. അബ്രഹാമിനോട് ദൈവത്തിന്റെ ഹൃദയം ഷെയർ ചെയ്തു എന്നാണ് പറയുന്നത്. God shared his heart with Abraham because of his closeness to Abraham. അബ്രഹാമിനോടുള്ള അമിതമായ ഹൃദയ അടുപ്പം കൊണ്ട് ദൈവത്തിന്റെ ഹൃദയഭാവങ്ങൾ ദൈവം അബ്രഹാമുമായി പങ്കുവച്ചു. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. God wants to have that same kind of closeness with you and me this evening. ദൈവം അബ്രഹാമിനോട് തന്റെ ഹൃദയം പങ്കുവച്ചതുപോലെ എന്നോടും നിങ്ങളോടും ഹൃദയം പങ്കുവയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കും. God wants to have the same kind of relationship or the same kind of closeness with you and me. ദൈവത്തിന് നമ്മളോട് പല വാഗ്ദത്തങ്ങളും പറയണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് തന്റെ ഹൃദയം നമ്മളോട് പങ്കിടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തു വേണം? We need to keep that closeness with God Almighty. ദൈവത്തോട് അത്രയും ഹൃദയ അടുപ്പം നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. When we are in a position of closeness to God, he will share his heart and his will with us. When we are in a position of closeness to God, he will share his heart and his will with us. ദൈവത്തോട് നമ്മളൊരു ഹൃദയ അടുപ്പം സൂക്ഷിച്ചാൽ അവൻ നമ്മോട് അവന്റെ ഇഷ്ടവും അവന്റെ ആഗ്രഹവും അവന്റെ വാഗ്ദാനങ്ങളും വെളിപ്പെടുത്തി തരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതാണ് ഗോഡ് ടോക്ക് എന്ന് പറയുന്നത്, ദൈവ സംസാരം. Never feel that this kind of relationship or closeness is only for the super saints. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്, അയ്യോ എനിക്ക് എങ്ങനെയാണ് ദൈവത്തോട് ഇങ്ങനെ ഒരു ബന്ധം സൂക്ഷിക്കാനിട സാധിക്കുന്നത്, ഞാൻ അത്ര വിശുദ്ധനൊന്നും അല്ലല്ലോ, ഞാൻ അത്ര വിശുദ്ധയൊന്നും അല്ലല്ലോ. ദൈവത്തോട് ബന്ധം സൂക്ഷിക്കണമെങ്കിൽ സൂപ്പർ സെയിൻസ് ആയിരിക്കണം എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. അതിമനുഷ്യരായ വിശുദ്ധർ, സൂപ്പർ സെയിൻസ്.
നമ്മൾ ആരും സൂപ്പർ സെയിൻസോ സൂപ്പർ ഹ്യൂമനോ ഒന്നുമല്ല. നമ്മൾ അമാനുഷികരായ വ്യക്തികളൊന്നുമല്ല. വി ആർ ഓർഡിനറി പീപ്പിൾ. പക്ഷേ ഈ സന്ധിയിൽ ഞാൻ പറയട്ടെ, അവർ ഗോഡ് wants to have closeness with you and me. നമ്മൾ എത്ര സാധാരണക്കാരാണെങ്കിലും ദൈവത്തിന് നമ്മളോട് അടുപ്പം സൂക്ഷിക്കാൻ ആഗ്രഹമുണ്ട്. I will remind you the great truth that as we seek closer to him, as we seek to get closer to him, he responds by moving closer to us. നമ്മൾ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മളോട് അടുത്തു വരും. As we seek to get closer to God, he responds by moving closer to us. നമ്മൾ ദൈവത്തിലേക്ക് ഒരു ചുവട് വയ്ക്കുമ്പോൾ അവൻ നമ്മിലേക്ക് 3 ചുവട് വയ്ക്കും. ഈ സന്ധ്യയിൽ ഇതൊരു വലിയ ധൈര്യമല്ലേ നമുക്ക്? നമ്മളുടെ വിചാരം വിശുദ്ധരായ സന്യാസികളായ ആളുകൾക്ക് മാത്രമേ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ സാധിക്കൂ എന്നതാണ്. അങ്ങനെയല്ല. സമയമുള്ളപ്പോൾ നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. ബ്രദർ ലോറൻസ് എന്നൊരു ഭക്തൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരു സന്യാസ ആശ്രമത്തിലെ കുശിനിക്കാരനായിരുന്നു. കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം ദൈവത്തോട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് പ്രാക്ടീസിംഗ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. വലിയ പഠിപ്പൊന്നുമുള്ള ആളല്ല, ഒരു കുശിനിക്കാരൻ, ഒരു കുക്കായിരുന്നു. ഇന്ന് കത്തോലിക്ക സഭയിൽ വളരെ അറിയപ്പെടുന്ന ഒരു ഭക്തനായ മനുഷ്യനാണ്. അതുകൊണ്ട് നമ്മൾ സൂപ്പർ സെയിൻസ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തിന്റെ ഹൃദയത്തോട് അടുത്താൽ ദൈവം നമ്മളോട് അടുത്തു വരും. അബ്രഹാം ദൈവത്തോട് ചേർന്നിരുന്നു. അതുകൊണ്ട് ദൈവം അബ്രഹാമിനോടും ചേർന്നിരുന്നു. ഫൈനൽ പോയിന്റ്, വേഴ്സസ് 22 to 33, 22 മുതൽ 33 വരെയുള്ള വാക്യം. അവിടെ നമ്മൾ കാണുന്നത് അബ്രഹാംസ് മീഡിയേഷൻ ഓഫ് ആസ് എ സൺ. സൺ എസ് സ്മോൾ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഒരു പിതാവിനോട് എന്ന പോലെ, ഒരു മകൻ പിതാവിനോട് എന്ന പോലെയുള്ള അബ്രഹാം ദൈവത്തോട് നടത്തുന്ന മധ്യസ്ഥതയാണ് നമ്മൾ അവിടെ കാണുന്നത്. The message that the Lord had shared with Abraham was a difficult message to hear. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ദൂത് കേൾക്കാൻ വളരെ പ്രയാസമുള്ള ഒരു ദൂതായിരുന്നു. എന്തായിരുന്നു ദൂത്? അവിടെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ സോദോമിനെയും ഗോമോറയെയും തീ കൊണ്ട് നശിപ്പിക്കാൻ പോകുകയാണ്. അബ്രഹാമിന് കേൾക്കാനുള്ള ശക്തിയില്ലായിരുന്നു. It had been revealed to him that his kinsmen Lot and his family were in danger of death and destruction. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ എന്താ? നിന്റെ സഹോദരപുത്രനായ ലോത്തും കുടുംബവും പാർക്കുന്ന പട്ടണം ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. അവരുടെ ജീവൻ അപകടത്തിലാണ്. ദൈവം പറഞ്ഞു, the cry of that place and their grievous sin was the reason for the coming destruction. സോദോം നിവാസികളുടെ ദുഷ്ടതയും പാപവും അവരെ ഞാൻ നശിപ്പിക്കുന്നതിന് കാരണമാകും എന്നാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്. അബ്രഹാമിനോട് ദൈവം ഈ ന്യായവിധിയെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ അബ്രഹാം വല്ലാതെ സങ്കടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. He received the message and it motivated him to action before the Lord.
എന്നാൽ ഈ വാർത്ത കേട്ടപ്പോൾ അബ്രഹാം തന്നെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. Perhaps this was a factor in God's desire to share the message with Abraham. Perhaps he wanted to motivate Abraham to move deeper in his relationship with God. എന്തിനാ ദൈവം അബ്രഹാമിനോട് ഈ വരാൻ പോകുന്ന നാശത്തെ കുറിച്ച് പറഞ്ഞത്? അവനെ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധയുള്ളവനാക്കുക, ദൈവവുമായുള്ള ബന്ധത്തിൽ കുറെ കൂടെ ഉറപ്പിക്കാനായിട്ടാണ് പറഞ്ഞത്. We have seen Abraham the servant. ദാസനായ എബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. We have seen Abraham the saint. വിശുദ്ധനായ എബ്രഹാമിനെ കുറിച്ച് നമ്മൾ കണ്ടു. Now we are given a chance to see Abraham as the son speaking with his heavenly father. ഇപ്പോൾ നമ്മൾ ഇനി കാണുന്നത് അബ്രഹാം ഒരു മകൻ പിതാവിനോട് സംസാരിക്കുന്നത് പോലെ തന്റെ സ്വർഗീയ പിതാവിനോട് സംസാരിക്കുന്നതാണ് കാണുന്നത്. 22 23 വാക്യം. The distance between them. Look at the distance. അവിടെ നമ്മൾ വായിക്കുന്നു, Abraham stood before the Lord, and when the angels departed, he drew near to the Lord. ദൂതന്മാർ മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് അബ്രഹാം നിൽക്കുകയാണ്. I praise the Lord for the truth that God's children can approach him and draw as near as the place to their heavenly Father. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവ മക്കൾക്ക് ദൈവത്തോട് എത്രയും ചേർന്ന് നിൽക്കാനുള്ള അവകാശമുണ്ട്, എത്രയും ചേർന്ന് നിൽക്കാനായിട്ടുള്ള അവകാശം. As near as they please to their heavenly Father. അബ്രഹാം ദൈവത്തോട് അടുത്ത് നിന്നിട്ട് ഒരു മകൻ പിതാവിനോട് പറയുന്നത് പോലെ സംസാരിക്കുകയാണ്. Verses 24 to 33. The dialogue between them. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലം വളരെ ദുഷ്കരമാണ്. സോദോം ഗൊമോറ പോലെയാണോ അല്ലയോ എന്നൊന്നും വിലയിരുത്താൻ നമ്മൾ ആളുകളല്ലെങ്കിലും വളരെയധികം അകൃത്യവും വളരെയധികം അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു ലോകമാണ്. ഈ ലോകത്തെക്കുറിച്ച് ദൈവത്തിന് നമ്മളോട് ചിലതൊക്കെ പറയാനുണ്ട്. ഈ ലോകത്തിൽ നാം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളോട് പറയാനുണ്ട്. അതിനെന്ത് വേണം? We need to keep that closeness with God. എങ്കിലേ അവന് നമ്മളോട് സംസാരിക്കാനായിട്ട് സാധിക്കും. അബ്രഹാം ദൈവവുമായ ഒരു ഡയലോഗിൽ ഏർപ്പെടുകയാണ്. അവസാന ഭാഗം, the dialogue between them. Abraham's prayer to the Lord arises out of several burdens he carries because of the revelation he has just received. സോദോം ഗൊമോറയെ കുറിച്ച് അവനെ ലഭിച്ചതായിട്ടുള്ള അറിവുകളുടെ വെളിച്ചത്തിൽ ആ ദേശത്തെ കുറിച്ചുള്ള വലിയ ഭാരത്തോടുകൂടെയാണ് അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ആ പ്രാർത്ഥന വളരെ പരിചയമുള്ളതാണ്. അബ്രഹാം പ്ലീഡ് ചെയ്യുകയാണ്. 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുവോ? 45 ഉണ്ടെങ്കിൽ നശിപ്പിക്കുവോ? വന്ന് 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നിടം വരെ അബ്രഹാം ദൈവത്തോട് ഡയലോഗിൽ ഏർപ്പെടുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം അബ്രഹാമിന്റെ പ്രാർത്ഥന കേൾക്കുകയാണ്. അബ്രഹാം ദൈവത്തോട് ചോദിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, he is concerned about God's reputation.
ദൈവത്തിന്റെ റെപ്യൂട്ടേഷൻ അബ്രഹാമിന്റെ ഒരു കൺസേൺ ആണ്. If the Lord simply destroys the people of Sodom out of hand, Abraham is concerned that people will get the wrong impression of God and of his love for sinners. പാപികളോട് അവന് സ്നേഹമില്ല എന്ന് ആളുകൾ പറയാൻ ഇടയാകും. അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനോട് ചോദിക്കുന്നത്, അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നു, നീ നീതിമാന്മാരെ നശിപ്പിക്കുമോ? Secondly, he is thinking about Lot and family who live in Sodom. He wants to see them spared. അവരെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ അബ്രഹാമിന് ആവശ്യമുണ്ട്, താല്പര്യം. അവസാനം ദൈവത്തിന്റെ ശിക്ഷ എങ്ങനെയാണ് വരുന്നത്? God punished the wicked. ദൈവം നീതികെട്ടവരെയാണ് അവിടെ നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾക്കൊക്കെ സ്കോപ്പുള്ള ഒരു ഏരിയ. So let's make some relevant and important observations from Abraham's intercession. അബ്രഹാം ദൈവത്തോട് മധ്യസ്ഥത ചെയ്തതിലെ ചില പ്രത്യേകതകൾ പറഞ്ഞ് ഇന്നത്തെ പഠനം അവസാനിപ്പിക്കാം. First, Abraham's prayer was reverent and honest. അബ്രഹാം റെവറൻസോടുകൂടെയാണ് പ്രാർത്ഥിച്ചത്, ബഹുമാനത്തോടുകൂടെയാണ് പ്രാർത്ഥിച്ചത്, സത്യസന്ധമായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഒരു ദേശം നശിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ he prayed with reverence and honest. ഇന്ന് പകൽക്കാലം ഞാനും സ്റ്റാൻലി അച്ഛനും ജോയ്സും ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ സംസാരിക്കായിരുന്നു, ലോകത്തിലെ സിസ്റ്റം എല്ലാം ചേഞ്ചായി. മഴയില്ലാത്ത, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതല്ലത്, ഞങ്ങൾ കേട്ടത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അച്ഛൻ പറയായിരുന്നു, അച്ഛന്റെ സിസ്റ്റർ ആൻഡ് ഫാമിലി ആർ ഇൻ കാനഡ. കാനഡ എന്ന് പറഞ്ഞാൽ എപ്പോഴും -ഡിഗ്രിയാണ് തണുപ്പ്. എന്നാലും നമ്മള് അടുത്ത സമയത്ത് വായിച്ചു, കാനഡയിൽ ചൂട് കൂടിയിട്ട് കുറെ ആളുകൾ മരിച്ചു. നമ്മുടെ അവർ ഓൺ ലാൻഡ് കേരള, അവിടെ മഴയെന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു കാലമുണ്ട്. ജൂൺ 1-ാം തീയതി പിള്ളേർ സ്കൂളിൽ പോകുന്നെന്ന് തുടങ്ങും, ഇത്രാം തീയതി തീരും. ഇങ്ങനെ 1, 2, 3, പിന്നെ എന്തുവാ തുലാമഴ, കർക്കിടക മഴ, ഇങ്ങനെയൊക്കെയുള്ള ചില മഴകൾ മാത്രമേ ഉള്ളൂ, റെയിനി സീസൺസ്. ഇപ്പോൾ ഒരു വർഷം ഒരു 12 ന്യൂനമർദ്ദങ്ങളെങ്കിലും ഉണ്ട്. എത്ര തവണയാണ് വെള്ളം പൊങ്ങുന്നത്, എത്ര തവണയാണ് സൈക്ലോൺ അടിക്കുന്നത്, എല്ലാം മാറി മറിയുകയാണ്. ലോകത്തിൽ എന്താണ് നടക്കുന്നത്? ഇന്നത്തെ പത്രത്തിലുണ്ട്, 15 വയസ്സുള്ള ഒരു മോള് അമ്മയെ ബെൽറ്റ് മുറുക്കി കൊന്നു. കൊല്ലാൻ കാര്യം, അവളോട് പറഞ്ഞു, നീ പഠിച്ച ഡോക്ടറാണ്. അത് ഇഷ്ടപ്പെടാഞ്ഞ കൊച്ച് അമ്മയുടെ കഴുത്ത് മുറുക്കി കൊന്നു. ലോകത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത സംഭവങ്ങൾ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ലോകം ഒരു സോദോം ഗോമോറ എന്ന ഒരു ശാപം പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ പറയാൻ എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വിശ്വാസികളുടെ കടമ എന്താണ്? Pray with reverence and honest. ദൈവത്തോട് ബഹുമാനത്തോടും ദൈവത്തോട് സത്യസന്ധമായും പ്രാർത്ഥിക്കേണ്ട കാലമാണ്. Second, Abraham prayed boldly, persistently and humbly. അബ്രഹാമിന്റെ പ്രാർത്ഥന വളരെ ബോൾഡ് ആയിരുന്നു, നല്ല ധൈര്യത്തോടെയാണ് പറഞ്ഞത്. ദൈവമേ നശിപ്പിക്കരുത്. ബോൾഡ്നെസ് ഇൻ ഹിസ് പ്രയർ. പെർസിസ്റ്റന്റ്ലി, മടുത്തുപോകാതെ, ഹംബ്ലി, വിനയത്തോടെ പ്രാർത്ഥിച്ചു.
നമുക്ക് ഈ നാളുകളിൽ ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റി ആയിട്ട് ഏറ്റവും ആവശ്യമുള്ളത് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. Let us also enter into a dialogue with our God. ദൈവത്തോടൊരു സംവാദത്തിൽ ഏർപ്പെടാൻ നമുക്ക് സാധിക്കും, അബ്രഹാമിനെ പോലെ. തേർഡ്, Abraham prayed with humility. വിനയത്തോടെ അവൻ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ദൈവം ആ പ്രാർത്ഥന കേട്ട് നീതിയുള്ളവരെ രക്ഷിച്ചു എന്ന് നാം വായിക്കും. അബ്രഹാമിന്റെ ഇന്ററാക്ഷൻസ് വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള സംസർഗം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടത് ആവശ്യമാണ്. ഇന്ററാക്റ്റഡ് വിത്ത് ഗോഡ് ബൈ സർവിങ് hospitably, listening intently and praying fervently. അബ്രഹാമിന്റെ ഗുണങ്ങളാണ്, 3 വശങ്ങളാണ്. ഒന്ന്, ഇന്ററാക്റ്റഡ് വിത്ത് ഗോഡ് ബൈ സർവിങ് ഹോസ്പിറ്റബിളി, ആതിഥ്യ മര്യാദയോടെ ഒരു നല്ല ആതിഥേയനായി അബ്രഹാം ദൈവത്തോട് വർത്തിച്ചു. നമുക്കും ദൈവനാമത്തിൽ ആളുകളെ സ്വീകരിപ്പാനും സൽക്കരിപ്പാനും ആളുകളുടെ വിശപ്പകറ്റുവാനും ദാഹം അകറ്റുവാനും ഒക്കെ നമുക്കിടയായിട്ട് തീരണം. Let us also interact with God by serving hospitably. 2, listening intently. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ അടുത്തിരുന്നെങ്കിലേ സാധിക്കത്തുള്ളൂ. ക്ലോസ്നെസ് കീപ്പ് ചെയ്യണം. And praying fervently. ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെയും ഗുണങ്ങളായി തീരുമ്പോൾ അബ്രഹാമിനെ പോലെ നമുക്കും ദൈവത്തിന്റെ സ്നേഹിതരായി തീരുവാൻ സാധിക്കും. തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പഠനത്തിലൂടെ നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. എന്തെങ്കിലും പറയുന്നതിനായിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എല്ലാ സംശയവും എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തീർക്കാൻ ഒക്കത്തില്ല. എന്നാൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് മീ. ഞാനത് മനസ്സിലാക്കി എനിക്ക് അറിയാത്തതാണെങ്കിൽ പഠിച്ച് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരുന്നതിനായിട്ട് എപ്പോഴും മനസ്സേ ഉള്ളൂ. ആ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. ഒരു സ്റ്റഡി ആകുമ്പോൾ യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് ദ വേ വി ലേൺ. ഞാനും പഠിക്കുകയാണ്, നിങ്ങളും പഠിക്കുകയാണ്, പഠിക്കാൻ സാധിക്കും. പറയാനില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്താ? പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവേ, അബ്രഹാം അങ്ങയുടെ സ്നേഹിതനായി അങ്ങയോട് അടുത്ത് അങ്ങയുടെ ശബ്ദം കേൾക്കാവുന്ന ദൂരത്തിൽ എപ്പോഴും തന്നെ ഒരുക്കി നിർത്തിയതുപോലെ ഞങ്ങളെയും നിന്റെ ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഒരുക്കി നിർത്തണമേ. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ നിന്നെ ശുശ്രൂഷിക്കുന്നു എന്ന ബോധത്തോടെ ചെയ്യുവാൻ കൃപ തരണമേ. ഈ ലോകത്തിന്റെ അനുഭവങ്ങൾ കണ്ടിട്ട് പകച്ചു നിൽക്കുന്നവരായിട്ടല്ല, ലോകത്തിനു വേണ്ടി ഇന്റർസീഡ് ചെയ്യുവാൻ, ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവന്റെ അവകാശികളായി തീരുന്നത് ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ ഈ വേദപഠനത്തിൽ വ്യാപരിച്ച ദൈവകരുണകൾക്കായി സ്തോത്രം. പിരിഞ്ഞു പോകുമ്പോൾ നിന്റെ കൃപയാൽ ഞങ്ങളെ അയക്കണമേ. യേശുവിൻ മൂലം പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങളെല്ലാവരോടും നമ്മുടെ ഈ കൂട്ടായ്മയോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.